മണിയൻ കെ, ശ്രീനിലയം, കണിയാർക്കോട്, കുനിശ്ശേരി. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഗ്രില്ല്, ഗേറ്റ്, കേജുവില്, ട്രാക്ടറിൻ്റെ ഈ കരികൾ, ഊഴുന്ന കരികളൊക്കെ ചെയ്യുന്നുണ്ട്. കരി പറഞ്ഞാൽ ട്രാക്ടർ കൂട്ടുന്നില്ലേ, ആ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. റിപ്പയറിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അത് വെൽഡിങ് പറഞ്ഞാൽ ഒരു 100% ഗ്യാരണ്ടി കൊടുത്താണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന സമയത്ത് 100% അത് കംപ്ലൈൻറ്റ് വരില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കും. അങ്ങനെയാണ്. ടോട്ടൽ 52 ആയി. ഇപ്പോൾ ഒരു 3 പേരുള്ളൂ. നേരത്തെ ഒരു കുറച്ച് കൂടുതൽ പേരുണ്ടായിരുന്നു. കാലഘട്ടത്തിനനുസരിച്ച് അത് കുറഞ്ഞു വന്നു. എന്നാലും ഇപ്പോഴും 3-4 പേര് ഇപ്പോഴും ഉണ്ട്. അതിപ്പോൾ നമ്മൾക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അവർ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളെ കാണാൻ വരും. കണ്ട് അവരുടെ പ്രോഡക്റ്റ് നമ്മൾക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാർട്ടികൾക്കത് ചെയ്തു കൊടുക്കും ഉണ്ടാക്കിയിട്ട്. പണ്ട് നമ്മൾ തല്ലി വളച്ചുണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ എല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. എല്ലാം ഇപ്പോൾ കോയമ്പത്തൂരിന് പാലക്കാട് വന്നിട്ട് പാലക്കാട് നമ്മൾ പോയി വാങ്ങിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള വർക്കായിരുന്നു. കൂടുതൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. 10-12 പേര് ജോലി ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ആൾക്ക് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. പണ്ട് കാലത്ത് സ്ഥാപനങ്ങളില്ലാത്ത അവസ്ഥയ്ക്ക് നിറയെ അപ്രൻറ്റീസായിട്ട് നിറയെ പേര് വന്നിട്ടുണ്ട്. ഒരു 10,000 പേരിനോളം കാണും. അവർക്കൊക്കെ ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാവരും നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. അവരെല്ലാവരും നമ്മളെ കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഫാമിലിയിൽ അച്ഛൻ, അമ്മ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാനും ഭാര്യയും മക്കളും, 2 മക്കളും. പിന്നെ സഹോദരങ്ങളെല്ലാം അവർ തനിത്തനി മാറിപ്പോയി. ഇനിയിപ്പോൾ സ്വപ്നം പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ചുകൂടി നന്നായി, കുറച്ച് വർഷമെങ്കിലും നന്നായി നടത്തണം. 2 വർഷമെങ്കിലും കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ട്. മെയിൻ്റനൻസ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വണ്ടികളുടെ ചേസ് പൊട്ടിയത് വലിയാൻ വരും. പിന്നെ വണ്ടികളുടെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ബോഡി ആംഗിൾ വർക്ക് ചെയ്യുന്നുണ്ട്. പുതിയ വണ്ടി വന്നു കഴിഞ്ഞാൽ അതിനുള്ള ആംഗിൾ ഫിറ്റിങ്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചേസ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ചേസ് വെല്ലിങ് കൊടുക്കും. ഗ്യാരണ്ടിയോടുകൂട്ടാണ് ചേസ് വെല്ലിങ് ഒക്കെ ചെയ്യുന്നത്. അവർക്കറിയാം ഞാൻ ചെയ്യുന്നത്, അവർക്ക് വിശ്വാസമാണ്. നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളവർക്ക് വിശ്വാസമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ വർക്ക് മുന്നോട്ട് പോയിരിക്കുന്നത്. മെറ്റലിൻ്റെ ഇരുമ്പിൻ്റെ പണി എന്തും ചെയ്യാൻ പറ്റും. പണ്ട് നമ്മൾ നെല്ല് പുഴുകുന്ന ടാങ്കുണ്ട്, അതൊക്കെ ചെയ്ത് കൊടുക്കും. റൈസ് മില്ല് ടാങ്കുകളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഷീറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ റൂഫിംഗ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓടുമുണ്ട്, ഷീറ്റും ഉണ്ട്. ഗവൺമെൻറ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ പണം ക്യാഷായിട്ടൊക്കെ തരും, ലോണായിട്ടൊക്കെ തരും. ഞാനിതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. എനിക്ക് എൻ്റെ ജോലിയോട് കൂട്ടാൻ താല്പര്യം, അതല്ലാതെ മറ്റേ ഒരു ഇതിലുമില്ല. പിന്നെ ഞാൻ ഈ വർക്ക്ഷോപ്പിൻ്റെ അസോസിയേഷൻ്റെ മുൻപിൽ പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് കുറേ വർഷം ഉണ്ടായിരുന്നു, ഒരു 10 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അങ്ങനെ മാറി കൊടുത്തിട്ട് അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. പണ്ടുണ്ടായിരുന്നു. ഞാൻ അവർക്ക് എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ മെസ്സേജ് കൊടുക്കും അവർക്ക്. അങ്ങനെ നല്ല രീതി ചെയ്യാനും എന്നുള്ളതൊക്കെ ഞാൻ പറയും. എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റേറ്റുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പണ്ട് ഏകീകൃത റേറ്റ് ഉണ്ടായിരുന്നില്ല. പണ്ട് നമ്മൾ ചെയ്യുന്ന റേറ്റ് പുതുതായി വരുന്നവർക്ക് അറിയില്ല. അപ്പോൾ ഞാൻ റേറ്റ് കാര്യങ്ങളൊക്കെ പറയും. ഇന്നമാതിരി ചെയ്യണം, ഇന്ന മെറ്റീരിയൽ ഇടണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വണ്ടികളുടെ പുതിയ വണ്ടി വരുമ്പോൾ അതിൻ്റെ ആംഗിളിൻ്റെ ബോഡികൾ കെട്ടിക്കൊടുക്കും, സ്ട്രോങ് ആക്കുക. അത് ചെയ്താലേ വണ്ടികൾ ലോഡ് വെച്ച് ബലത്തോടുകൂടി ഓടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പുതിയ വണ്ടിയാണെങ്കിൽ 2 വർഷം കൊണ്ട് ബോഡി കേടുവരും. ഈ ആംഗിൾ വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ 10-15 വർഷം 20 വർഷം വരെ കേടില്ലാതെ പോവും. ആദ്യകാലത്തൊക്കെ ഇവിടെ നമ്മളെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ പല ആൾക്കാരും ചെയ്യുന്നുണ്ട്. അഡ്രസ്സ് പറയുമ്പോൾ തന്നെ ഇവിടെ കൊടുവായൂർ, ഗ്രാമപ്പൊടിയ, കൊടുവായൂർ പറയും. നമ്മൾ കിലോ റേറ്റിനാണ് എടുക്കുന്നത്. കിലോ റേറ്റിന് ചെയ്യും, സ്ക്വയർ ഫീറ്റിന് ചെയ്യുന്നുണ്ട്. ഓരോ വർക്കിൻ്റെ അനുസരിച്ചിട്ട് സ്ക്വയർ ഫീറ്റിനാണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യും. ഷീറ്റ് വർക്കൊക്കെ മുഴുവൻ സ്ക്വയർ ഫീറ്റ് കണക്കാണ്. എല്ലാം കുറച്ച് നല്ല മെറ്റീരിയലിട്ടേ ഞാൻ ജോലി ചെയ്യുള്ളൂ. റേറ്റ് കുറച്ച് മോശം ഉള്ള മെറ്റീരിയൽ ഇടില്ല. നല്ല വർക്ക്, നല്ല മെറ്റീരിയൽ, അതാണ് നല്ല രീതിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നല്ല വർക്ക് ചെയ്തു കൊടുക്കുള്ളൂ. അതാണ് നമ്മുടെ ബിസിനസിൻ്റെ ഇത്രയും കാലത്തെ വിജയം. അതാണ്.